ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള വറ്റൽ മുളക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തേക്കണ ഒരു 10 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്തു. പിന്നെ ആവശ്യമുള്ളവർക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്നത് വെളുത്തുള്ളി, ചുമന്നുള്ളി, അതായത് ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ വറുത്തെടുക്കുക. ശരിക്കും നമുക്ക് വറുത്ത് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വറുക്കണം, എന്നാൽ ഒട്ട് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ വറുത്തെടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് തന്നെയാണ് മസാലകൾ ചേർത്ത് കൊടുക്കുന്നത്. മസാല എന്ന് വെച്ചാൽ ഒത്തിരി മസാല ഒന്നും ഇത് ആഡ് ചെയ്യാനില്ല. ഓൾറെഡി മുളക് ചേർത്തത് കൊണ്ട് നമുക്ക് നല്ല എരിവുണ്ടാകും ഈ മുളകിന്. അതുകൊണ്ട് ഓവറായിട്ട് മുളക് ചേർക്കുന്നില്ല, മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്ത് വേവിക്കല്ല, വറുത്തെടുക്കുക. പിന്നീട് നമ്മൾ കുറച്ച് മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നല്ല മസാല നമ്മൾ വീട്ടിൽ പെരുംജീരകം കാര്യങ്ങളെല്ലാം മേടിച്ചിട്ട് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അതിൻ്റെ ഒരു കുത്തൽ മണം പോകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മളതൊന്ന് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു സവാള, ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായി വഴറ്റെടുക്കുക. പിന്നെ നമ്മൾ ഒരു ശകലം മുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒത്തിരി ഓവർ എരിവ് കാര്യങ്ങളൊന്നും വരില്ല. ഓൾറെഡി വറ്റൽമുളക് നമ്മൾ വറുത്ത് അരച്ചെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ എരിവ് നമുക്ക് മീനിലേക്ക് പിടിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മളിന്ന് എടുക്കുന്ന മീൻ എന്ന് പറയുന്നത് ചൂരമീനാണ്. അപ്പോൾ അത് കഷ്ണം നമ്മൾ നന്നായിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, ശകലം കാശ്മീരി മുളക് പൊടി, അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്താണ് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് കുക്കായി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുടംപുളി കൂടി ചേർത്തിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിൽ ഇച്ചിരി മല്ലിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടി കുറച്ചെടുത്തു, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ വെള്ളം തിളപ്പിച്ചെടുക്കണം. ആ ഒരു പുളിയൊക്കെ അതിലേക്ക് ആഡായി വരണം. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആ കഷ്ണം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ എല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നതായതുകൊണ്ട് അതിൽ ഉപ്പ് മുളകും കാര്യങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേനും നമ്മൾ വറുത്തെടുത്ത് വെച്ചിര ആ ഒരു നമ്മുടെ തേങ്ങയും എല്ലാം ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് തന്നെ അത് കഷ്ണം ഇല്ലാതെ ചേർന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വറുത്ത് വച്ചിരുന്ന തേങ്ങയും വറ്റൽമുളകും വെളുത്തുള്ളിയും ഉള്ളിയെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ അരച്ചെടുക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ മീനൊന്ന് പോയി നമ്മൾ മൂടി വെച്ചേക്കായിരുന്നു. തുറന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒന്ന് വെള്ളം പറ്റി വരാൻ നേരത്ത് വേണം നമുക്കിത് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഓൾറെഡി ആ ഒരു മസാല കൂടി ചെന്നിട്ട് നന്നായിട്ട് നമ്മുടെ മീൻ കറി അടുപ്പത്തിരുന്ന് ഇതുപോലെ കുക്കായി കിട്ടണം. പിന്നെ നമ്മൾ വിറകടുപ്പിലായിരുന്നു വെച്ചിരിക്കുന്നത്. വിറകടുപ്പിൽ വയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് കൂടെ ഉണ്ടല്ലോ. അപ്പോൾ മൂടി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരച്ചത് കൊണ്ടുവന്ന് വെച്ചു. ഏകദേശം മീനിൻ്റെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ മീനിലേക്ക് ആ വറുത്തരച്ച് വെച്ച് നമ്മൾ അരച്ച ആ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മിക്സിയുടെ ആ ജാറിലിരിക്കുന്ന അരപ്പുകൂടി കഴുകി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഈ അടുപ്പത്തിരുന്നത് നന്നായിട്ട് കുക്കായി കിട്ടണം എന്ന് വെച്ചാൽ വെള്ളമൊക്കെ പറ്റി ആ ഒരു മീനിലേക്ക് ഇതിൻ്റെ മുളകും കാര്യങ്ങളും കൂടി ഒന്ന് ആഡായി അതുപോലെ നല്ല ടേസ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ഈ ഇളക്കി കൊടുക്കാൻ നേരത്തെ ഇതിൻ്റെ ഉപ്പ് മുളക് കാര്യങ്ങളെല്ലാം നോക്കണം കേട്ടോ. ഒന്നുകൂടി തിളച്ചിട്ട് നോക്കുന്നതായിരിക്കും ഉചിതം. കാരണം തിളച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അറിയാം. ഈ ഒരു സമയത്താണ് നമ്മൾ നോക്കാൻ നേരത്ത് നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സമയം കൊണ്ട് ഞാൻ ഒന്ന് താളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി എടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു, ഉലുവ ഇട്ട് കൊടുത്തു. അത് രണ്ടും പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറുള്ളി കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് അത് കൊണ്ടുവന്ന് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്തിരുന്നത്. ലാസ്റ്റ് നമ്മുടെ മീൻ കറി എന്ന് പറയുന്ന ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. നല്ല കുറുകിയ ചാറോടെ നല്ല ടേസ്റ്റാണ്. ഒരു ശകലം കിട്ടി കഴിഞ്ഞാൽ ഒരു സ്പൂൺ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ചോറ് തിന്നാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ വറുത്തരച്ച മീൻ കറിയുടെ റെസിപ്പി വരുന്നത്. നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും വിട്ടു പോകാതിരിക്കുക. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ അസ്സലാമു അലൈക്കും.